നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയം, LDF ഭരണത്തിനെതിരെയുള്ള വിജയം, പ്രതികരിച്ച് ഷൗക്കത്ത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച് ആര്യാടൻ ഷൗക്കത്ത്. ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമെന്നും കേരളത്തിലെ LDF ഭരണത്തിനെതിരെയുള്ള വിജയമാണെന്നും ഷൗക്കത്ത് പ്രതികരിച്ചു. നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി അവഗണനയേറ്റ ജനങ്ങളുടെ വിജയമാണ്. ഇത് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ജനരോക്ഷം നിലമ്പൂരുകാർ ഏറ്റെടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. അഹമ്മദാബാദ് വിമാന ദുരന്തം മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം നാളെ നാട്ടിലെത്തിച്ചേക്കും. തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. നേരത്തെ രഞ്ജിതയുടെ സഹോദരന്റെ DNA സാമ്പിളും ശേഖരിച്ചിരുന്നു. സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തിയിരുന്നു. പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത. ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ഒരാഴ്ചയായി ഒരു വിവരവുമില്ല. ഇറാൻ തീരത്തെ കപ്പലിലുള്ള ഭർത്താവിനെ തേടി മലയാളി യുവതി. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ കഴിഞ്ഞ ഒരാഴ്ചയായി തന്റെ ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഒരു മലയാളി വീട്ടമ്മ. തിരുവനന്തപുരം സ്വദേശിനി അപർണ സുരേഷാണ് ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കാതോർത്തിരിക്കുന്നത്. അപർണയുടെ ഭർത്താവ് അവിനാഷ് അമൽകുമാർ നിലവിൽ ഇറാൻ തീരത്തുള്ള മിറാജ് എന്ന മർച്ചന്റ് നേവി ജോലിക്കാരനാണ്. തന്റെ ഭർത്താവിനെ കൂടാതെ 23 ജീവനക്കാർ കൂടി കപ്പലിലുണ്ടെന്നും അവരിൽ ബഹുഭൂരിപക്ഷവും ദക്ഷിണേന്ത്യക്കാരാണെന്നും അപർണ പറയുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെ അവിടുത്തെ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ഭർത്താവ് ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതാണ് അവസാനമായി വിളിച്ചത്. പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും അപർണ പറയുന്നു. ഹോട്ടൽ മുറിയിൽ നിന്ന് ജനലിലൂടെ താഴേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് പെരുവണ്ണാമൂഴി കള്ളുഷോപ്പ് തൊഴിലാളി ദിനേശിന്റെ മകൻ അജയ് കുമാറാണ് മരിച്ചത്. പാർക്ക് റെസിഡൻസി ഹോട്ടലിൽ 3-ാം നിലയിലെ 4002 നമ്പർ മുറിയിലായിരുന്നു അജയ് താമസിച്ചിരുന്നത്. 3-ാം നിലയിലെ ഹോട്ടൽ മുറിയുടെ ജനലിലൂടെ താഴേക്ക് വീണാണ് മരണം. എന്നാൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ആശുപത്രിയിൽ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് VSനെ പ്രവേശിപ്പിച്ചത്.